ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദൈവം പ്രവർത്തിക്കാനും തുടങ്ങും. ഒന്നുകൂടി ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പല്ല ദൈവം പ്രവർത്തിക്കുക, നാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടല്ല ദൈവം പ്രവർത്തിക്കുക. നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാനും തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നാം അത് പ്രാർത്ഥനയിലൂടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ദൈവം പ്രവർത്തിക്കാനും തുടങ്ങുന്നു. വായിക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം തിരുവചനം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള തിരുവചനം. അവനിത് പറഞ്ഞിട്ട്, അതായത് യേശു ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അതായത് യേശുവിന്റെ ശിഷ്യഗണത്തിലെ ഒരു കോർ കമ്മിറ്റിയാണിത്. അവരെ കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി. എന്തിന്? എല്ലാവരും പറ, എന്തിന്? എന്തിനു പോയി? പ്രാർത്ഥിക്കാൻ പോയി. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. എന്തിനാ പോയെ? പ്രാർത്ഥിക്കാൻ പോയാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പോയി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോയല്ലോ. നമ്മൾ വീട്ടിനകത്ത് പായക്കെടുത്തിട്ട് എന്നാ പാടി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കാനിരുന്ന ഒരു പാട്ടൊക്കെ പാടി. അന്നേരമാണ് കൊച്ചു ചോദിച്ചത്, അല്ല നാളത്തെ എന്തെങ്കിലും ഒരു കാര്യം, പിന്നെ അതിൻ്റെ കൂടെ ചർച്ച, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ പ്രാർത്ഥനയോ? എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വിരുന്നുകാർ വന്ന വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അല്ലേ? 4 വിരുന്നുകാർ വീട്ടിലേക്ക് വന്നു. എന്നാൽ പിന്നെ അവരോട് വർത്താനം പറഞ്ഞ് സമയം 11 മണിയായപ്പോഴോ എന്നാൽ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചേക്കാം. എന്നാൽ പിന്നെ ഭക്ഷണം കഴിപ്പായി. എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. 12 അവർ കാറെ കയറി, അവരും പോയി. നമ്മൾ കട്ടിലേക്ക് കയറി മറിയുകയും ചെയ്തു. പ്രാർത്ഥനയില്ല. പള്ളി പോയാലോ? ഭയങ്കര പള്ളിപ്പോക്കാരാണ്. രാവിലെ പള്ളിയിലേക്ക് പോകും. എങ്ങോട്ട് പോകണേ? നാട്ടുകാരിക്കും എവിടെ പോകും? ഞങ്ങൾ പള്ളി പോവുക. പള്ളി ചെന്നാലോ? പള്ളി ചെന്നിട്ട് വരാന്തേ കൂടെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അവസാനം കഞ്ഞി ഉണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് വീട്ടിൽ പോരും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എവിടെ പോയതാ? പള്ളി പോയതാ. എന്തിനാ പള്ളി പോയത്? ചിലർ കഞ്ഞി കുടിക്കാൻ പോയത്, ചിലർ നാട്ടുകാരെ കുറ്റം പറയാൻ പോയത്. എത്ര പേര് ആരാധിക്കാൻ പോയിട്ടുണ്ട്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ കൂട്ടിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. മലയിൽ ചെന്ന പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനാണോ പോയത് അത് ചെയ്യണം. ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് വന്നു. എന്തിനാ വന്നത്? ഞങ്ങളുടെ വിഷയം പറ അല്ല, ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ സംഭവിക്കുന്നത് കേട്ടോണം. അവൻ പ്രാർത്ഥിക്കാൻ അവരെയും കൂട്ടിക്കൊണ്ട് പോയി. അടുത്തത് 29-ാമത്തെ വാക്യം വായിച്ചേ. എന്നെ വായിച്ചേ? എല്ലാവരും കൂടെ കേട്ടെ, എന്നെ വായിച്ചേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴെന്നാണോ? എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒന്ന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെയാണോ പറഞ്ഞേ? പ്രാർത്ഥന കഴിഞ്ഞപ്പോഴല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല. ചിലപ്പോൾ നമ്മൾ പറയും, ഇന്നത്തെ പരിപാടി ഭയങ്കര സൂപ്പറായിട്ട് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അത് ചുമ്മാ സിനിമയ്ക്ക് പോയി പറയുന്ന പോലെ ഇരിക്കും. ഇവിടെ എങ്ങനെയാണ്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തനം ആരംഭിക്കും. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ തലയിൽ അത് കിടക്കാനാണ്. നാം നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംഭവിച്ചു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി. മുഖത്തിന് മാറ്റം വരാൻ തുടങ്ങി. അടുത്തോ? വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. മാർക്കോസ് ഇങ്ങനെ പറയുന്നത്, സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. ഏതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവന്റെ വസ്ത്രം വെണ്മയോടെ തിളങ്ങി ശോഭിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ശോഭിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാറ്റം വരാൻ തുടങ്ങി. എന്നിട്ടോ അങ്ങനെ പറയുന്നത് ആരൊക്കെയാ? മോശയും ഏലിയ. ആരാ ഈ മോശ? മോശ ഇസ്രായേലിനെ വഴി നടത്തിയിട്ട് മരണപ്പെട്ട ആളാണ്. മരിച്ചുപോയ ആൾ. പിന്നെ ആരാ? ഏലിയ ആരാണ്? ദൈവത്തോടുകൂടെ നടന്ന് മരണം അനുഭവിക്കാതെ എടുക്കപ്പെട്ട ആൾ. അപ്പൊ ആരൊക്കെ വന്നു ഈ പ്രാർത്ഥനയിൽ? മരിച്ചവരും. എവിടെ വന്നു? യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെ വന്നു? മരിച്ചവരും ജീവനുള്ളവരും അല്ലേ? മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും സാന്നിധ്യം അവനിലുണ്ട്. നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെന്തക്കോസ്തുകാർക്ക് എന്ത് മനസ്സിലാകത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചവനും വന്നു, എടുക്കപ്പെട്ടവരും വന്നു. സുറിയാനി സഭയുടെ പ്രാർത്ഥന എല്ലാം ഇപ്പോഴും അങ്ങനെയാണ്. മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കും. അവരുടെ എല്ലാ സാന്നിധ്യം
എല്ലാവരുടെ സാന്നിധ്യത്തോടു കൂടി ജീവനുള്ളവരും മരിച്ചവരും ദൈവസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയയും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എപ്പോഴാണ് മുഖം ഇങ്ങനെ പ്രസാദമുള്ളതായി തീരുക, സന്തോഷമുള്ളതായി തീരുക? നമ്മുടെ മുഖത്തിന്, അത് പ്രാർത്ഥന വിട്, നമ്മുടെ മുഖത്തിന് സന്തോഷം വരണമെങ്കിൽ എന്തുണ്ടാവണം? സന്തോഷമുള്ള എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ കേൾക്കണം, അല്ലേ? സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എന്ത് വരും? സന്തോഷം. അങ്ങനെയല്ലേ? ഇപ്പോൾ യേശുവിന്റെ മുഖഭാവം സൂര്യനെ പോലെ ഇങ്ങനെ ശോഭിച്ചു. അവന്റെ ആ ശോഭയുടെ അരികിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവന്റെ വസ്ത്രം പോലും വെണ്മയോടെ ഇങ്ങനെ തിളങ്ങിയാണ്. എന്തൊരു തേജസ്! എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? യേശുവിന് എന്താ ഇത്രമാത്രം സന്തോഷവും തേജസ്സും കിട്ടാനുള്ള കാര്യം? എന്താ അവര് ഒന്ന് പറഞ്ഞേ? മുഴുവൻ എന്തുവാ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ? മോശയും ഏലിയാവും വന്ന് എന്താ ഇത്ര തേജസ്സോടെ പറഞ്ഞത്? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്താ മോശയും ഏലിയാവും വന്ന് പറഞ്ഞത്? ഇത്ര സന്തോഷം ഉണ്ടാവാൻ എന്താണ്, ഇത്ര തേജസ് ഉണ്ടാവാൻ എന്തായി പറഞ്ഞത്? മിക്കവാറും ഇങ്ങനെയാണ്. നീ മലയെന്ന് താഴെ ഇറങ്ങി വരുമ്പം അവിടെ വലിയ ഭൂട്ടാൻ ലോട്ടറി വെച്ചിട്ടുണ്ട്, ആദ്യത്തെ പ്രൈസ് അങ്ങേക്ക് തന്നെ അടിക്കും. അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടാവുക? ചെല്ലുമ്പോഴേ മഗ്ദലന മറിയത്തിന്റെ വീട്ടിൽ നല്ല സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് കുശാല കയറ്റിക്കോളാം, അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? താഴേക്ക് വായിക്കും. അടുത്തു തന്നെ യെരൂശലേമിൽ പൂർത്തിയാകാൻ പോകുന്ന അവന്റെ പീഡാനുഭവങ്ങളുടെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്നാ പറഞ്ഞേ? താഴോട്ട് ഇറങ്ങിച്ചെന്ന് അടുത്ത നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന യൂദായുടെ ഒറ്റിക്കൊടുക്കലും പടയാളികളുടെ പിടിക്കലും അതിഭയങ്കരമായ ക്രൂശീകരണവും അതിഭയങ്കരമായ പീഡകളെയും കുറിച്ചാണ് യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്ന ആ പീഡാനുഭവങ്ങളുടെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്റെ മുഖം തേജസ്സോടെ നിന്നെന്ന്. നമ്മുടെ മുഖമാണെങ്കിലോ ഞാനൊക്കെ അപ്പം തന്നെ അറ്റാക്ക് വന്ന് തീരെ അവിടെ തന്നെ. അത്രയും വെളിപ്പെടുത്തൽ കിട്ടിയാൽ ക്രിസ്തുവിൻ്റെ മുഖം തേജസ് കൊണ്ട് തിളങ്ങി. ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, നമുക്ക് ശുഭമെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ല ദൈവപദ്ധതി നമ്മളിൽ നടക്കുക. പറ ഹല്ലേലൂയ. ഞാനൊരു ദൂതാണ് പറഞ്ഞത്. നമുക്ക് ശുഭമെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ല ദൈവപദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവത്തിന് ഹിതകരമായത് നമ്മളിൽ സംഭവിക്കാൻ നമ്മളെ എളിമപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ദൈവ തേജസ് നമ്മളിൽ സംഭവിക്കുന്നത്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് സ്തുതി. ദൈവഹിതം നമ്മളിൽ നടക്കാൻ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടുത്തെ തേജസ് നമ്മളിലേക്ക് ഇങ്ങനെ പകരാൻ തുടങ്ങും. ദൈവത്തിന്റെ തേജസ് ഇങ്ങനെ പകരാൻ തുടങ്ങി. യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്ന മഹാപീഡയുടെ ദുരന്തത്തെക്കുറിച്ച് മോശയും ഏലിയാവും പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വിരുദ്ധമായി യേശുക്രിസ്തുവിനെ യഹൂദ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. വടിയും വാളും പത്തലൊക്കെ ആയിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി ഇയാൾ നെട്ടോട്ടം ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ദമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഇങ്ങനെ നേർവീതി എന്ന് പറയുന്നത്, അതായത് നേർവീതി എന്ന് പറഞ്ഞാൽ നേരെയുള്ളൊരു വഴി, വേറെ സൈഡിലേക്ക് വഴിയില്ല. ആ വഴിയിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ പൗലോസും പടയാളികളും വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ കോട്ടയ്ക്കകത്ത് കിടക്കുന്ന ക്രിസ്ത്യാനികൾക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം ഒറ്റ വഴിയുള്ളൂ, നേരെ കിടക്കുന്ന ഒറ്റ വഴിയുള്ളൂ, വേറെ സൈഡിലേക്കൊന്നും വഴിയില്ല. അതിനാണ് നേർവീതി എന്ന് പറയുന്നത്. പൗലോസ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അകത്തുള്ള സകല ക്രിസ്ത്യാനികളെയും കൊല്ലും. ആർക്കും രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, ഒറ്റ നേർവഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം പൗലോസിനെ ഫീൽ ചെയ്തു. പൗലോസ് അവിടെ ബോധം കെട്ട് വീണു. പുള്ളി അവിടെ വീണു. എന്നിട്ട് സംഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. സൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു, കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. കണ്ടോ, യേശു ക്രിസ്തുവിനെ അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ടൊരു വെളിപ്പെടുത്തൽ വന്നപ്പം അവനൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ മതമാണ് ശരി, എൻ്റെ ബുദ്ധിയാണ് ശരി, എൻ്റെ തീരുമാനങ്ങളാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാഴ്ച ഇല്ലാണ്ടായിപ്പോയി. ഒരുത്തനൊരു കാഴ്ചയുണ്ട്, ഞാനാണ് ശരി, വേറെ ആരും ശരിയല്ല. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനാണ് ശരി, ഭാര്യയും ശരിയല്ല, മക്കളും ശരിയല്ല. ചില ഭാര്യമാർക്ക് ഞാനാണ് ശരി, ഭർത്താവും ശരിയല്ല, മക്കളും ശരിയല്ല. ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ തീരുമാനങ്ങളാണ് ശരി, എൻ്റെ നടത്തിപ്പാണ് ശരി. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ നിന്റെ ആ കാഴ്ചപ്പാട് മാറും. ആ കാഴ്ചപ്പാട് മാറണമെങ്കിൽ യേശുവിനെ കാണണം. അല്ലെങ്കിൽ നമ്മൾ സ്വയം എൻ്റെ ശരി എന്ന് പറഞ്ഞിരിക്കും. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാഴ്ചപ്പാട് മാറി. പൗലോസിനെ ഒന്നും കാണാൻ മേലുണ്ടായി. കണ്ണ് തുറന്നിട്ടും കാഴ്ചയില്ല അവന്.
അപ്പോൾ പിന്നെ പുള്ളി എന്നെ ചെയ്തെന്നറിയോ, ഒന്ന് കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. 3 ദിവസം പുള്ളി ഉപവാസം, ഒന്നും ഭക്ഷിച്ചില്ല, ഒന്നും കുടിച്ചില്ല. 3 ദിവസത്തെ ഉപവാസം. ചേട്ടൻ ഉപവാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ശത്രുവാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഇവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പുറത്ത് വേറൊരാളോട്, അനനിയാസ് എന്ന് പറയുന്ന ഒരാളോട് ദൈവം ചെന്നിട്ട് പറഞ്ഞു, ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, അനനിയാസ്, ദേ പൗലോസ് എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അനനിയാസ് പറഞ്ഞു, കർത്താവ് ഞാൻ പോവില്ല, ക്രിസ്ത്യാനികളെ കണ്ട കൊല്ലുന്ന ആളാണത്, ഞാൻ പോവില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, നീ പോയി പ്രാർത്ഥിക്കുക. അനനിയാസ് ഒന്ന് പ്രാർത്ഥിച്ചു. ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് വീണു. അവന് കാഴ്ച കിട്ടി. പൗലോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം അനന്യാസിനെ പറഞ്ഞയച്ചു. ഈ പള്ളിയുടെ അകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വേറെ ചിലരെ ചുമതലപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർ വലതുകാരം ഉയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ച് പറയണം, വിശ്വസിച്ച് പറയണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കും. 1 ശമൂവേൽ 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ്. വളരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവിക സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4 മുതലുള്ള തിരുവചനം. അത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഭാഗം ഇങ്ങനെയാണ്. ഏൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു ചേട്ടന്റെ പേരാണ് ഏൽക്കാന. എന്താ? ഏൽക്കാന. ഏൽക്കാന പുള്ളി 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു ചേച്ചീൻ്റെ പേര് ഹന്ന, ഒരാളുടെ പേര് പെനീന. അങ്ങനെ 2 കല്യാണം കഴിച്ചിരിക്കുകയാണ്. പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഇതാ വീട്ടിൽ എപ്പോഴും വലിയ വിഷയമാണ്. പുള്ളി എന്തോ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമെന്ന് വിചാരിക്കും. എഴുതി വെക്കരുത്, നോട്ട് എഴുതി വെക്കരുത്. ഏൽക്കാന തൊഴിലുറപ്പിന് പോയി എന്നൊന്നും എഴുതി വെക്കരുത്. പുള്ളി ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു വിചാരിക്കുക. അപ്പോൾ 10 ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു പുള്ളി, 2 കിലോ ആപ്പിൾ. അപ്പോൾ 10 എണ്ണം ഉണ്ട്. അതുകൊണ്ട് വന്നപ്പോൾ നോക്കുമ്പോൾ പുള്ളി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഹന്ന വീടിൻ്റെ ഒരു വാതിൽക്ക് നിൽക്കുന്നു. അപ്പോൾ പുള്ളിക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് വീട്ടിലെന്തോ ഭാര്യമാർ തമ്മിൽ അടിയിൻ്റെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പം പെനീനയും പിള്ളേരും എല്ലാം കൂടെ കൂടി ചടപടയെന്ന് പറഞ്ഞ് എല്ലാം കൂടെ മുമ്പോട്ട് വന്നു, പപ്പേ പപ്പേ എന്ന് പറഞ്ഞുകൊണ്ട്. കയ്യിൽ 10 ആപ്പിളുണ്ട്. എന്നാ ചെയ്യും പുള്ളി? ചില ഭർത്താക്കന്മാരുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണോ? ഒരു സ്ഥലത്ത് അമ്മ, ഒരു സ്ഥലത്ത് ഭാര്യ. ഇവൻ്റെ അവസ്ഥ ഏതായാലും പുള്ളി ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. പുള്ളി ഒരു കാര്യം ചെയ്തു, 5 ആപ്പിൾ എടുത്തിട്ട് പെനീനെ കൊടുത്തിട്ട് പറഞ്ഞു, കഴിച്ചോളാം. ഇനി ബാക്കി എത്രയുണ്ട്? 5 എണ്ണം ആർക്കായിരിക്കും? അല്ല, ഹന്നയ്ക്കല്ല, അത് ഏൽക്കാനയ്ക്കും കൂടെ കൂടി പുള്ളി കഴിക്കട്ടെ. മറ്റത് 5 എണ്ണം കൊടുത്തു, പിള്ളേരും അവളും കൂടെ അത് കഴിക്കട്ടെ. 5 എണ്ണം ഇപ്പുറത്തും എടുത്തു. അങ്ങനെ ഒരു കൂട്ടിൽ 5 എണ്ണം ഹന്നയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹന്ന അതുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെനീൻ അവിടെ നിന്ന് മച്ചി കുത്തി കയറണം. കണ്ടില്ലേ, എത്ര തിന്നാലും മതിയാവില്ല. ആണല്ലോ, ആർക്ക് വേണ്ടിയിട്ടാണ്? ആ കിട്ടിയപ്പോൾ ഞങ്ങൾ എൻ്റെ കൊച്ചും കൊടുത്താൽ തന്നെയായിരുന്നു. ഈ കുത്തുവാക്ക് കേൾക്കാൻ തുടങ്ങി. ഈ വീടിനകത്ത് എപ്പോഴും കുത്തുവാക്കാണ്. ഒരാൾ മറ്റാളെങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ മുറിവേറ്റ വ്യക്തിക്ക് എന്താ കുഴപ്പമെന്നറിയോ? പെട്ടെന്ന് മുറിഞ്ഞു. അങ്ങനെ ഒരു വിഷയമുണ്ട്. പെനീനയ്ക്ക് വലിയ കുഴപ്പമില്ല. ഹന്ന തിരിച്ചോടെന്ന് പറയും, ആ മറ്റേ വളലടി ഞാൻ അങ്ങനെ വന്നാണെന്നൊക്കെ പറഞ്ഞാലും പെനീനെ കേൾക്കില്ല. കാരണം എന്തറിയോ? പെനീനയ്ക്ക് വലിയ കുഴപ്പമില്ല. മുറിഞ്ഞു കിടക്കുന്ന ഹൃദയം ആരുടെയാണ്? ഹന്നയുടെയാണ്. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എൻ്റെ തോളത്ത് ഇങ്ങനെ വന്നിട്ട്, അച്ഛോ എന്നാ ഉണ്ട് വിശേഷം ചോദിച്ചു ചുമ്മാ അങ്ങനെ തട്ടി. എനിക്കങ്ങനെ ഒരു പറ്റുപറ്റിയ. ഞാൻ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പം എനിക്ക് ചില ആളുകൾ കണ്ടെങ്കിൽ ഞാൻ ചുമ്മാ വയറ്റത്ത് ഇങ്ങനെ ചെറിയൊരു തട്ട് കിട്ടും. അങ്ങനെ എന്നോട് വിശേഷം ചോദിച്ചു. ഒരുത്തന്നെ തട്ടി കഴിയുമ്പോൾ അച്ഛൻ എന്നെ മറ്റേ പരിപാടി കാണിച്ചിരുന്നു, എൻ്റെ പണി കാണിച്ചു. ഞാൻ വെച്ചാൽ എന്നാടാ? അപ്പം ഞാൻ ഒന്നാടെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര സ്നേഹത്തിൽ. തുടരെ പോകും. അവനിവിടെ അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തുന്നി കെട്ടി വെച്ചേക്കോ. അപ്പം നമ്മൾ എന്നിട്ടൊരു കുത്ത്. അങ്ങനെ കുത്തി കഴിഞ്ഞാലോ അവിടെ മുറിവ് കിടക്കുകയാണ്. മുറിവുള്ളവനെ തൊട്ടാൽ അവന് കൂടുതൽ വേദനിക്കും. ഹന്നയ്ക്കിട്ട് ഇങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരം കുത്തുവാക്ക് പറയുകയാണ്. ഏൽക്കാന വീടിനകത്തേക്ക് കയറിയപ്പം ഹന്ന ഒരു മുറി പോയിട്ട് കരച്ചിലിങ്ങനെ തുടങ്ങി. എത്ര നാളായത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് മക്കളില്ലാത്ത എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഹന്ന ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഏൽക്കാന ചെന്നിട്ട് പറഞ്ഞു, ഭർത്താവായി ഏൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന എന്തിനാ നീ കരയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനും ദുഃഖിക്കുന്നു?
ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ ഉപരിയല്ലേ. ഓ, എന്നാ നല്ല ഭർത്താവാ നോക്കി. നിങ്ങൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഒന്ന് ഭാവനയൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ ഭാവനയെ പോലും കാണാൻ പറ്റുന്നില്ല. ആ ഭർത്താവിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. വിഷമിച്ചിരിക്കുമ്പോഴേ ഭർത്താവ് വന്നിട്ട് അത് ഇങ്ങോട്ട് തിരിച്ച് ഞാൻ പറയാം. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ കുറേ എണ്ണം കല്യാണം കഴിക്കാത്തവരെ ഇരിക്കണേ. അതൊരു വലിയ സുഖപ്പെടുത്തലാണ്. ഹന്നയുടെ അടുക്കലേക്ക് എന്നിട്ട് ഇയാൾ പറയാണ്, എന്തിനെ കരയണേ, സാരമില്ല, ഞാനുണ്ടല്ലോ. നമ്മുടെ വീടുകളിലൊക്കെ അതിങ്ങോട്ട് മാത്രം തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ വേണം. അങ്ങനെ ഒരു സുഖപ്പെടുത്താൻ പറ്റണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു സുഖപ്പെടുത്തലുണ്ട്. അടുത്ത ദിവസം ഞാനൊരു ശവടക്കിന് നിന്നു. അപ്പോൾ അവിടുത്തെ അമ്മയും മക്കളും ഒക്കെ ഭയങ്കര കരച്ചിലാണ്. എനിക്കും വിഷമം തോന്നി. കഴിഞ്ഞപ്പം അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞു, 7 വർഷമായിട്ട് ഈ അപ്പച്ചനും അമ്മയും മിണ്ടിയിട്ടില്ല. 7 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. എന്തോ ഒരു വിഷയത്തെ പ്രതി വഴക്കുണ്ടായതാണ്. പ്രായമുണ്ട്, ഒത്തിരി പ്രായമുണ്ട് അവർക്ക്. 7 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. ഇപ്പം അമ്മച്ചി ഭയങ്കര കരച്ചില്ല. എന്തിനാ അമ്മച്ചി കരഞ്ഞെന്നറിയോ? എന്നോടൊന്നും മിണ്ടാണ്ട് പോയല്ലോ. എന്തേലും മിണ്ടാൻ പറ്റും? അത് അമ്മച്ചി വിചാരിച്ചില്ല ഇപ്പം മരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയ കാര്യത്തിന് നിന്നതാണ്. അമ്മച്ചി ആത്മാർത്ഥമായിട്ട്, കള്ളക്കരച്ചിലല്ലത്, ചങ്ക് പൊട്ടിയ അമ്മ കരയണത് കണ്ട മനസ്സിലാവും. അഭിനയമൊന്നുമല്ല. പക്ഷെ അമ്മച്ചി വിചാരിച്ചില്ല ഈ പണക്കത്തിൽ ഈ ജീവിതം അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല. അമ്മച്ചിക്ക് താങ്ങാൻ പറ്റിയില്ല. അമ്മച്ചി മൃതദേഹം അടക്കുന്ന കുഴിയുടെ അരികിൽ വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. തല നിവർത്താൻ അമ്മച്ചിക്ക് നാണമാണ്. കാരണം എല്ലാവർക്കും അറിയാം ഈ സംഭവം. പക്ഷെ അമ്മച്ചി ഒരിക്കലും പ്രതീക്ഷിക്കില്ല. പരസ്പരം സുഖപ്പെടുത്തുന്ന ഒരു ബന്ധമാണ്. ഹന്നായ്ക്ക് ഇത്രമാത്രം മുറിവേറ്റെന്നറിഞ്ഞപ്പോൾ ഏൽക്കാണ ചെന്നിട്ട് പറഞ്ഞു, ഞാനില്ലേ. നമ്മളാണ് അനുഭവിക്കുക. എന്നാ മോന്തം വീർപ്പിച്ചിരിക്കണേ, വേറെ പണിയൊന്നുമില്ലേ, ഒന്നോടെ കുത്തും. ഏൽക്കാന വളരെ ഡീസൻ്റായിട്ട് സംസാരിച്ചു. അപ്പം ഹന്ന പറഞ്ഞു, ഇച്ചായൻ ഇത്രയും സ്നേഹിച്ചാലൊന്നും എൻ്റെ മുറിവ് ഉണങ്ങൂല. പിന്നെ എന്നാ ചെയ്യണ്ടേ? നമുക്കൊന്ന് പള്ളിയിൽ പോവാം. ഒന്ന് പള്ളി, എന്നാ ഒരുങ്ങിക്കോ. പുള്ളിക്കാരൻ വേഗം ഹന്നയും കൂട്ടി പള്ളിയിൽ പോയി. ഷീലോവിൽ അവർ ഭക്ഷിക്കുകയും പാനം ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ, അപ്പോൾ നല്ല ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ 2 എണ്ണം കൂടെ പള്ളിയിൽ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ സങ്കടം പറയാൻ വേണ്ടി പള്ളിയിൽ പോവാണ്. പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളി പെരുന്നാളാണ്. പ്രധാന ആഘോഷമൊക്കെ നടന്നു കഴിയുമ്പോൾ പള്ളിയിലെ അച്ഛൻ ഏലി പുരോഹിതൻ പള്ളി പെരുന്നാളിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ കാണാൻ വേണ്ടി പുള്ളി ഒരു സ്റ്റൂളൊക്കെ ഇട്ട് പീഠ ഇട്ടിട്ട് പള്ളിയുടെ പുറത്തിരുന്നിട്ട് ആ സൈഡിലിരുന്നിട്ട് ആരും വന്നാൽ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബാൻഡ് സെറ്റുണ്ട്, അവിടെ അമ്മ കൂടെ ആടുന്നുണ്ട്, ഇവിടെ മറ്റേ ആകാശ ഊഞ്ഞാലുണ്ട്, അതെല്ലാം കണ്ട് പുള്ളി എങ്ങനെയുണ്ട്, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ ഒരൊച്ച പള്ളിയുടെ അകത്ത്. ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതനായ ഏലി ദൈവാലയത്തിൻ്റെ വാതിക്കൽക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു. എങ്ങനെയാ? ഞാൻ കേട്ടില്ല, എല്ലാവരും പറഞ്ഞേ. അവളുടെ നൊന്ത ഹൃദയം ഉണ്ടല്ലോ, കുത്തുവാക്ക് കേട്ടും തകർന്നും തളർന്നും ജീവിതത്തിലെ സങ്കടങ്ങൾ കൊണ്ടും സഹനങ്ങൾ കൊണ്ടും തകർന്ന ഹൃദയം ദൈവസന്നിധിയിൽ അധരത്തിലൂടെ പകർന്നു. നുറുങ്ങിയ ഹൃദയത്തിന്റെ വേദന അധരത്തിലൂടെ, എൻ്റെ കർത്താവേ, മച്ചി എന്ന് വിളിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുത്തുവാക്ക് പറയുകയാണ്. ഞാൻ ആ കൊച്ചിനൊന്ന് തൊടാൻ ചെല്ലുമ്പോൾ അവൾ പറയാം, പ്രസവിക്കാത്തവർ തുടരുതെന്ന് പറയുന്നു. അയ്യോ, ഞാനെന്തോ ഒരു വേദന അനുഭവിക്കുന്നു. അവൾ എന്തൊക്കെയോ എണ്ണിപ്പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ നെഞ്ചിനകത്ത് കിടന്ന വേദന, ആർക്കും മനസ്സിലാകാത്ത വേദന, ആരോടും പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത വേദന അവൾ അവളുടെ നാഥനോട് പങ്കുവെക്കാൻ തുടങ്ങി. ഏലി പുരോഹിതൻ വിചാരിച്ചു, ഇങ്ങനത്തെ പ്രാർത്ഥന ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാവരും ഒന്ന് മാന്യമായ പ്രാർത്ഥനയാണ്, ഇത് ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന പുള്ളി കണ്ടിട്ടില്ല. പുള്ളി വിചാരിച്ചു, അവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവേ ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ സംസാരിച്ചു, അതരം മാത്രമേ ഇങ്ങനെ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഏലിക്ക് തോന്നി. പുരോഹിതൻ വിചാരിച്ചു പുള്ളിക്കാരത്തിൽ അവർ തന്നെ പൂസാണ്. ഏലി അവളോട് ചോദിച്ചു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തിയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. വല്ല മോരോ എന്തെങ്കിലും എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ തലയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാ. ഇതെന്നാ കാണിച്ചാൽ നിൽക്കുന്നത്? ഈ ലഹരിക്ക് വന്ന് പള്ളി കയറാനുള്ളതാണോ? നീ ഒന്ന് വളരെ നോർമലായിട്ട് വാ. പുരോഹിതൻ ശാസിച്ചു. അപ്പോൾ ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ്
വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി പ്രാർത്ഥനയായിരുന്നു. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ പുരോഹിതൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ചേച്ചി ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് ഹന്നയുടെ നേരെ നോക്കി, എന്നെ ശ്രദ്ധിച്ചോളണം, എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോളണം പറഞ്ഞു. അപ്പോൾ എലി പറഞ്ഞു, സമാധാനത്തോടെ പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അത്രേ പറഞ്ഞു. സമാധാനത്തോടെ പോവുക. ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ. പോകോ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞോ, ഞാൻ കാണുന്നുണ്ട് ഒരു തൊട്ടിൽ കെട്ടിയിട്ട് 2 പിള്ളേർ അതിനകത്ത് ഇതാ കാണുന്നുണ്ട് നിന്റെ ഉദരത്തിൽ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരു ദർശനവും കിട്ടിയില്ല. അല്ല ഇങ്ങനെ കണ്ണടച്ചിട്ട് പറഞ്ഞോ, ഇന്നേക്ക് 10 മാസം കഴിയുമ്പോൾ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരു ദർശനവും ഇല്ല. പ്രതീക്ഷിക്കാനുള്ള ഒരു സാധനം കൊടുത്തില്ല. പകരം ഇത്ര മാത്രം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ. ദർശനം ഒന്നും കിട്ടിയില്ല അല്ലേ? ഒരു സാധനവും ഇല്ല. പൊക്കോ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ ആമേൻ. അനന്തരം അവൾ പോയി. ഇനി ബൈബിളിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. വല്ല ദർശനവും കിട്ടിയോ കൊച്ചുണ്ടാവുമെന്ന്? വല്ല സന്ദേശവും കിട്ടിയോ? ഒരു സാധനം കിട്ടിയില്ല. സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷം വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ആരുണ്ട്? മറ്റേ ചേച്ചി ആരാ? പെനീനും പിള്ളേരും ഉണ്ട്. വന്നേക്കണു. രാവിലെ കുത്തിക്കയറി അങ്ങോട്ട് പോയതാണല്ലോ. വന്നേക്കണു. ഞാനിവിടെ അടിച്ചു വാരിയിട്ട് ഭക്ഷണം വെച്ച് തിന്നാൻ വേണ്ടി കെട്ടിയോനും കൂടി വന്നേക്കുന്നു. എന്തൊക്കെ കുത്തുവാക്കുണ്ടാവും. ഹന്നയുടെ മുഖം പിന്നെയും ആ വീട്ടിൽ പെനീനെ മാനസാന്തരപ്പെട്ടു ഒന്നും എഴുതിയിട്ടില്ല. പിന്നെയും കുത്തുവാക്കുണ്ടായി, പിന്നെയും പ്രശ്നങ്ങളുണ്ടായി, പിന്നെയും പ്രതിസന്ധികളുണ്ടായി. പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സമാധാനം ഹൃദയം ദൈവസന്നദ്ധിയിൽ പകർന്ന ഹന്നായുടെ നെഞ്ചിനെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. പറ, മനസ്സിലായെങ്കിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറയാൻ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോർദാൻ നദിയിൽ സ്നാപകന്റെ അടുക്കൽ വന്ന് യേശുവും സ്നാനം സ്വീകരിച്ചു. അടുത്ത വാക്ക്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. എന്താ? എല്ലാവരും പറഞ്ഞ എന്താ? എല്ലാവരും ഒന്നോടെ. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഉറങ്ങുന്നവരോട് പറഞ്ഞേ എന്താ? ഇത്രയും പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അടുത്ത വാക്ക്, സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണോ? അവൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണോ? എന്നെ എഴുതിയതിനകത്ത് അച്ഛൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ അവനെ നാഥനും രക്ഷിതാവുമായ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കും. അവൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവാൻ ദൈവം സ്വർഗത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ പിതാവാൻ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചിനകത്ത് സ്വർഗത്തെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരി സങ്കടങ്ങളുണ്ടാകും, ഒത്തിരി ഭാരങ്ങളുണ്ടാകാം, ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം ദൂതന്മാരെ അയച്ച് ആ വിഷയത്തിന്മേൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേക്കും ദൈവം പ്രവർത്തിക്കാനും തുടങ്ങും. ഒന്നുകൂടി ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പല്ല ദൈവം പ്രവർത്തിക്കുക, നാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടല്ല ദൈവം പ്രവർത്തിക്കുക. നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ
ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നാം അത് പ്രാർത്ഥനയിലൂടെ കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. വായിക്കുക, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാം തിരുവചനം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള തിരുവചനം. അവൻ ഇത് പറഞ്ഞിട്ട്, അതായത് യേശു, ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അതായത് യേശുവിന്റെ ശിഷ്യഗണത്തിലെ ഒരു കോർ കമ്മിറ്റിയാണിത്. അവരെ കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി. എന്തിന്? എല്ലാവരും പറ, എന്തിന്? എന്തിനു പോയി? പ്രാർത്ഥിക്കാൻ പോയി. അവനിത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയുടെ മുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. എന്തിനാ പോയെ? പ്രാർത്ഥിക്കാൻ പോയാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പോയി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോയല്ലോ. നമ്മൾ വീട്ടിനകത്ത് പായക്കെടുത്തിട്ട് എന്നാ പാടി എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരുന്ന ഒരു പാട്ടൊക്കെ പാടി. അന്നേരമാണ് കൊച്ചു ചോദിച്ചത്, അല്ല നാളത്തെ എന്തെങ്കിലും ഒരു കാര്യം, പിന്നെ അതിൻ്റെ കൂടെ ചർച്ച, പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, പിന്നെ പ്രാർത്ഥനയോ? എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വിരുന്നുകാർ വന്ന വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അല്ലേ? 4 വിരുന്നുകാർ വീട്ടിലേക്ക് വന്നു. എന്നാൽ പിന്നെ അവരോട് വർത്താനം പറഞ്ഞ് സമയം 11 മണിയായപ്പോഴോ എന്നാൽ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചേക്കാം. എന്നാൽ പിന്നെ ഭക്ഷണം കഴിപ്പായി. എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. 12 അവർ കാറെ കയറി, അവരും പോയി. നമ്മൾ കട്ടിലേക്ക് കയറി മറിയുകയും ചെയ്തു. പ്രാർത്ഥനയില്ല. പള്ളി പോയാലോ? ഭയങ്കര പള്ളിപ്പോക്കാരാണ്. രാവിലെ പള്ളിയിലേക്ക് പോകും. എങ്ങോട്ട് പോകണേ? നാട്ടുകാരിക്കും എവിടെ പോകും? ഞങ്ങൾ പള്ളിയിൽ പോവുക. പള്ളി ചെന്നാലോ? പള്ളി ചെന്നിട്ട് വരാന്തേ കൂടെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അവസാനം കഞ്ഞി ഉണ്ടെങ്കിൽ അത് കുടിച്ചിട്ട് വീട്ടിൽ പോരും. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എവിടെ പോയതാ? പള്ളിയിൽ പോയതാ. എന്തിനാ പള്ളിയിൽ പോയത്? ചിലർ കഞ്ഞി കുടിക്കാൻ പോയത്, ചിലർ നാട്ടുകാരെ കുറ്റം പറയാൻ പോയത്. എത്ര പേര് ആരാധിക്കാൻ പോയിട്ടുണ്ട്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ കൂട്ടിക്കൊണ്ട് അവൻ പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. മലയിൽ ചെന്ന പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനാണോ പോയത് അത് ചെയ്യണം. ധ്യാന കേന്ദ്രത്തിൽ ഇന്ന് വന്നു. എന്തിനാ വന്നത്? ഞങ്ങളുടെ വിഷയം പറ അല്ല, ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്താ സംഭവിക്കുന്നത് കേട്ടോണം? അവൻ പ്രാർത്ഥിക്കാൻ അവരെയും കൂട്ടിക്കൊണ്ട് പോയി. അടുത്തത് 29-ാമത്തെ വാക്യം വായിച്ചേ. എന്നെ വായിച്ചേ? എല്ലാവരും കൂടെ കേട്ടെ, എന്നെ വായിച്ചേ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴെന്നാണോ? എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഒന്ന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെയാണോ പറഞ്ഞേ? പ്രാർത്ഥന കഴിഞ്ഞപ്പോഴല്ല, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല. ചിലപ്പോൾ നമ്മൾ പറയും, ഇന്നത്തെ പരിപാടി ഭയങ്കര സൂപ്പറായിട്ട്, കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അത് ചുമ്മാ സിനിമയ്ക്ക് പോയി പറയുന്ന പോലെ ഇരിക്കും. ഇവിടെ എങ്ങനെയാണ്? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദൈവം പ്രവർത്തനം ആരംഭിക്കും. അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ തലയിൽ അത് കിടക്കാനാണ്. നാം നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംഭവിച്ചു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി. മുഖത്തിന് മാറ്റം വരാൻ തുടങ്ങി. അടുത്തോ? വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. മാർക്കോസൊക്കെ ഇങ്ങനെ പറയുന്നത്, സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. ഏതൊരു അലക്കുകാരനെ വെളുപ്പിക്കാൻ കഴിയാത്ത വിധം അവന്റെ വസ്ത്രം വെണ്മയോടെ തിളങ്ങി. ശോഭിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ശോഭിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റം വരാൻ തുടങ്ങി. എന്നിട്ടോ അങ്ങനെ പറയുന്നത് ആരൊക്കെയാ? മോശയും ഏലിയും. ആരാ ഈ മോശ? മോശ ഇസ്രായേലിനെ വഴി നടത്തിയിട്ട് മരണപ്പെട്ട ആളാണ്, മരിച്ചുപോയ ആൾ. പിന്നെ ആരാ? ഏലി ആരാ? ദൈവത്തോടുകൂടെ നടന്ന് മരണം അനുഭവിക്കാതെ എടുക്കപ്പെട്ട ആൾ. അപ്പൊ ആരൊക്കെ വന്നു ഈ പ്രാർത്ഥനയിൽ? മരിച്ചവരും. എവിടെ വന്നു? യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരൊക്കെ വന്നു? മരിച്ചവരും ജീവനുള്ളവരും. അല്ലേ? മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും സാന്നിധ്യം അവനിലുണ്ട്. നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെന്തക്കോസ്തുകാർക്ക് എന്ത് ചെയ്ത് മനസ്സിലാകത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചവനും വന്നു, എടുക്കപ്പെട്ടവരും വന്നു. സുറിയാനി സഭയുടെ പ്രാർത്ഥന എല്ലാം ഇപ്പോഴും അങ്ങനെയാണ്. മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥന. അവരുടെ എല്ലാ സാന്നിധ്യം, എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടി ജീവനുള്ളവരും മരിച്ചവരും ദൈവസന്നിധിയിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ 2 പേർ മോശയും ഏലിയയും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എപ്പോഴാണ് മുഖം ഇങ്ങനെ പ്രസാദമുള്ളതായി തീരുക, സന്തോഷമുള്ളതായി തീരുക? നമ്മുടെ മുഖത്തിന്, അത് പ്രാർത്ഥന വിട്, നമ്മുടെ മുഖത്തിന് സന്തോഷം വരണമെങ്കിൽ എന്തുണ്ടാവണം?
സന്തോഷമുള്ള എന്തെങ്കിലും ഒന്ന് ഉള്ളിൽ കേൾക്കണം, അല്ലേ? സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് എന്ത് വരും? സന്തോഷം. അങ്ങനെയല്ലേ? ഇപ്പോൾ യേശുവിന്റെ മുഖഭാവം സൂര്യനെ പോലെ ഇങ്ങനെ ശോഭിച്ചു. അവന്റെ ആ ശോഭയുടെ അരികിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവന്റെ വസ്ത്രം പോലും വെണ്മയോടെ ഇങ്ങനെ തിളങ്ങിയാണ്. എന്തൊരു തേജസ്! എന്താ ഇത്ര സന്തോഷമുള്ള കാര്യം? യേശുവിന് എന്താ ഇത്രമാത്രം സന്തോഷവും തേജസ്സും കിട്ടാനുള്ള കാര്യം? എന്താ അവർ ഒന്ന് പറഞ്ഞേ? മെടുക്കാൻ എന്തുവാ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ? മോശയും ഏലിയാവും വന്ന് എന്താ ഇത്ര തേജസ്സോടെ പറഞ്ഞത്? ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്താ മോശയും ഏലിയാവും വന്ന് പറഞ്ഞത്? ഇത്ര സന്തോഷം ഉണ്ടാവാൻ എന്താണ്, ഇത്ര തേജസ് ഉണ്ടാവാൻ എന്തായി പറഞ്ഞത്? മിക്കവാറും ഇങ്ങനെയാണ്. നീ മലയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പം അവിടെ വലിയ ഭൂട്ടാൻ ലോട്ടറി വെച്ചിട്ടുണ്ട്, ആദ്യത്തെ പ്രൈസ് അങ്ങേക്ക് തന്നെ അടിക്കും. അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടാവുക? ചെല്ലുമ്പോഴത്തേ മഗ്ദല മറിയത്തിന്റെ വീട്ടിൽ നല്ല സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇന്ന് കുശാല കയറ്റിക്കോളാം, അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? താഴേക്ക് വായിക്കും. അടുത്തു തന്നെ യെരൂശലേമിൽ പൂർത്തിയാകാൻ പോകുന്ന അവന്റെ പീഡാനുഭവങ്ങളുടെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. എന്നാ പറഞ്ഞ? താഴോട്ട് ഇറങ്ങിച്ചെന്ന് അടുത്ത നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന യൂദായുടെ ഒറ്റിക്കൊടുക്കലും പടയാളികളുടെ പിടിക്കലും അതിഭയങ്കരമായ ക്രൂശീകരണവും അതിഭയങ്കരമായ പീഡകളെയും കുറിച്ചാണ്, യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്ന ആ പീഡാനുഭവങ്ങളുടെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവന്റെ മുഖം തേജസ്സോടെ നിന്നെന്ന്. നമ്മുടെ മുഖമാണെങ്കിലോ ഞാനൊക്കെ അപ്പം തന്നെ അറ്റാക്ക് വന്ന് തീരും അവിടെ തന്നെ. അത്രയും വെളിപ്പെടുത്തൽ കിട്ടിയാൽ ക്രിസ്തുവിൻ്റെ മുഖം തേജസ് കൊണ്ട് തിളങ്ങി. ദൈവമക്കളൊരു കാര്യം ഓർക്കണം, നമുക്ക് ശുഭമെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ല ദൈവപദ്ധതി നമ്മളിൽ നടക്കുക. പറ ഹല്ലേലൂയ. ഞാനൊരു ദൂതാണ് പറഞ്ഞത്. നമുക്ക് ശുഭമെന്ന് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ല ദൈവപദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവത്തിന് ഹിതകരമായത് നമ്മളിൽ സംഭവിക്കാൻ നമ്മളെ എളിമപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ദൈവ തേജസ് നമ്മളിൽ സംഭവിക്കുന്നത്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന് സ്തുതി. ദൈവഹിതം നമ്മളിൽ നടക്കാൻ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടുത്തെ തേജസ് നമ്മളിലേക്ക് ഇങ്ങനെ പകരാൻ തുടങ്ങും. ദൈവത്തിന്റെ തേജസ് ഇങ്ങനെ പകരാൻ തുടങ്ങി. യെരൂശലേമിൽ സംഭവിക്കാൻ പോകുന്ന മഹാപീഡയുടെ ദുരന്തത്തെക്കുറിച്ച് മോശയും ഏലിയാവും പറഞ്ഞു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം. പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് വിരുദ്ധമായി യേശുക്രിസ്തുവിനെ യഹൂദ സമുദായത്തിന്റെ ഉള്ളിലുള്ള ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. വടിയും വാളും പത്തലൊക്കെ ആയിട്ട് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി ഇയാൾ നെട്ടോട്ടം ഓടിക്കൊണ്ട് നടക്കുമ്പോൾ ദമസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ഇങ്ങനെ നേർവീതി എന്ന് പറയുന്നത്, അതായത് നേർവീതി എന്ന് പറഞ്ഞാൽ നേരെയുള്ളൊരു വഴി, വേറെ സൈഡിലേക്ക് വഴിയില്ല. ആ വഴിയിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ പൗലോസും പടയാളികളും വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ കോട്ടയ്ക്കകത്ത് കിടക്കുന്ന ക്രിസ്ത്യാനികൾക്കൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം ഒറ്റ വഴിയുള്ളൂ, നേരെ കിടക്കുന്ന ഒറ്റ വഴിയുള്ളൂ, വേറെ സൈഡിലേക്കൊന്നും വഴിയില്ല. അതിനാണ് നേർവീതി എന്ന് പറയുന്നത്. പൗലോസ് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അകത്തുള്ള സകല ക്രിസ്ത്യാനികളെയും കൊല്ലും. ആർക്കും രക്ഷപ്പെടാൻ വേറെ വഴിയില്ല, ഒറ്റ നേർവഴി മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം പൗലോസിന് ഫീൽ ചെയ്തു. പൗലോസ് അവിടെ ബോധം കെട്ട് വീണു. പുള്ളി അവിടെ വീണു. എന്നിട്ട് സംഭവിച്ചത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. സൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു, കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. കണ്ടോ, യേശു ക്രിസ്തുവിനെ അവന്റെ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ടൊരു വെളിപ്പെടുത്തൽ വന്നപ്പം അവനൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ മതമാണ് ശരി, എൻ്റെ ബുദ്ധിയാണ് ശരി, എൻ്റെ തീരുമാനങ്ങളാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാഴ്ച ഇല്ലാണ്ടായി പോയി. ഒരുത്തനൊരു കാഴ്ചയുണ്ട്, ഞാനാണ് ശരി, വേറെ ആരും ശരിയല്ല. ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനാണ് ശരി, ഭാര്യയും ശരിയല്ല, മക്കളും ശരിയല്ല. ചില ഭാര്യമാർക്ക് ഞാനാണ് ശരി, ഭർത്താവും ശരിയല്ല, മക്കളും ശരിയല്ല. ഇങ്ങനൊരു കാഴ്ചപ്പാടുണ്ടാവും. എൻ്റെ തീരുമാനങ്ങളാണ് ശരി, എൻ്റെ നടത്തിപ്പാണ് ശരി. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ നിന്റെ ആ കാഴ്ചപ്പാട് മാറും. ആ കാഴ്ചപ്പാട് മാറണമെങ്കിൽ യേശുവിനെ കാണണം. അല്ലെങ്കിൽ നമ്മൾ സ്വയം എൻ്റെ ശരി എന്ന് പറഞ്ഞിരിക്കും. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കാഴ്ചപ്പാട് മാറി. പൗലോസിനെ ഒന്നും കാണാൻ മേലുണ്ടായി. കണ്ണ് തുറന്നിട്ടും കാഴ്ചയില്ല അവന്. അപ്പോൾ പിന്നെ പുള്ളി എന്നെ ചെയ്തെന്നറിയോ? ഒന്ന് കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവനെ കൈക്ക് പിടിച്ച് ദമസ്കോസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. 3 ദിവസം പുള്ളി ഉപവാസം. ഒന്നും ഭക്ഷിച്ചുമില്ല, ഒന്നും കുടിച്ചുമില്ല. 3 ദിവസത്തെ ഉപവാസം. ചേട്ടൻ ഉപവാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ശത്രുവാണ്. പക്ഷെ അയാൾ ഇപ്പോൾ ഇവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവനിവിടെ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പുറത്ത് വേറൊരാളോട്, അനനിയാസ് എന്ന് പറയുന്ന ഒരാളോട് ദൈവം ചെന്നിട്ട് പറഞ്ഞു, ദൂതൻ ചെന്നിട്ട് പറഞ്ഞു, അനനിയാസ്, ദേ പൗലോസ് എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അനനിയാസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പോവില്ല. ക്രിസ്ത്യാനികളെ കണ്ട കൊല്ലുന്ന ആളാണത്, ഞാൻ പോവില്ല. അപ്പോൾ ദൈവം പറഞ്ഞു, അവൻ എനിക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം, നീ പോയി പ്രാർത്ഥിക്കുക. അനനിയാസ് ഒന്ന് പ്രാർത്ഥിച്ചു. ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് അവന്റെ കണ്ണുകളിൽ നിന്ന് വീണു, അവന് കാഴ്ച കിട്ടി. പൗലോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം അനനിയാസിനെ പറഞ്ഞയച്ചു. ഈ പള്ളിയുടെ അകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളോടും നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം വേറെ ചിലരെ ചുമതലപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർ വലതുകാരം ഉയർത്തി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിശ്വസിച്ച് പറയണം, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഇടപെടും. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കും. 1 ശമൂവേൽ 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭാഗമാണ്. വളരെ മനോഹരമായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവിക സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം, 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4 മുതലുള്ള തിരുവചനം, അത് ഇത്രയേ ഉള്ളൂ. അതിന്റെ ഭാഗം ഇങ്ങനെയാണ്. ബലിയർപ്പിക്കുന്ന ദിവസം ഏൽക്കാന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു ചേട്ടന്റെ പേരാണ് ഏൽക്കാന. എന്താ? ഏൽക്കാന. പുള്ളി 2 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു ചേച്ചീൻ്റെ പേര് ഹന്ന, ഒരാളുടെ പേര് പെനീന. അങ്ങനെ 2 കല്യാണം കഴിച്ചിരിക്കുകയാണ്. പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഇതാ വീട്ടിൽ എപ്പോഴും വലിയ വിഷയമാണ്. പുള്ളി എന്തോ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വരും എന്ന് വിചാരിക്കും. എഴുതി വെക്കരുത്, നോട്ട് എഴുതി വെക്കരുത്. ഏൽക്കാന തൊഴിലുറപ്പിന് പോയി എന്നൊന്നും എഴുതി വെക്കരുത്. പുള്ളി ഇങ്ങനെ പോയിട്ട് വരുമ്പോൾ കുറച്ച് ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു വിചാരിക്കുക. അപ്പോൾ 10 ആപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നു പുള്ളി, 2 കിലോ ആപ്പിൾ. അപ്പോൾ 10 എണ്ണം ഉണ്ട്. അതുകൊണ്ട് വന്നപ്പോൾ നോക്കുമ്പോൾ പുള്ളി വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഹന്ന വീടിൻ്റെ വാതിൽക്ക് നിൽക്കുന്നു. അപ്പോൾ പുള്ളിക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് വീട്ടിലെന്തോ ഭാര്യമാർ തമ്മിൽ അടിയിൻ്റെ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പം പെനീനയും പിള്ളേരും എല്ലാം കൂടി ചടപടയെന്ന് പറഞ്ഞ് എല്ലാം കൂടെ മുമ്പോട്ട് വന്നു, പപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ 10 ആപ്പിളുണ്ട്. എന്നാ ചെയ്യും പുള്ളി? ചില ഭർത്താക്കന്മാരുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണോ? ഒരു സ്ഥലത്ത് അമ്മ, ഒരു സ്ഥലത്ത് ഭാര്യ. ഇവൻ്റെ അവസ്ഥ ഏതായാലും പുള്ളി ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. പുള്ളി ഒരു കാര്യം ചെയ്തു, 5 ആപ്പിൾ എടുത്തിട്ട് പെനീനെ കൊടുത്തിട്ട് പറഞ്ഞു, കഴിച്ചോളാം. ഇനി ബാക്കി എത്രയുണ്ട്? 5 എണ്ണം ആർക്കായിരിക്കും? അല്ല, ഹന്നയ്ക്കല്ല, അത് ഏൽക്കാനയ്ക്കും കൂടെ കൂടി പുള്ളി കഴിക്കട്ടെ. മറ്റത് 5 എണ്ണം കൊടുത്തു, പിള്ളേരും അവളും കൂടെ അത് കഴിക്കട്ടെ. 5 എണ്ണം ഇപ്പുറത്തും എടുത്തു. അങ്ങനെ ഒരു കൂട്ടിൽ 5 എണ്ണം ഹന്നയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹന്ന അതുകൊണ്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പെനീൻ അവിടെ നിന്ന് മച്ചി കുത്തിക്കയറണ കണ്ടില്ലേ? എത്ര തിന്നാലും മതിയാവില്ല, ആണല്ലോ. ആർക്ക് വേണ്ടിയിട്ട്? അത് കിട്ടിയപ്പോൾ എൻ്റെ കൊച്ചും കൊടുത്താനായിരുന്നു. ഈ കുത്തുവാക്ക് കേൾക്കാൻ തുടങ്ങി. ഈ വീടിനകത്ത് എപ്പോഴും കുത്തുവാക്കാണ്. ഒരാൾ മറ്റാളെ ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഈ മുറിവേറ്റ വ്യക്തിക്ക് എന്താ കുഴപ്പമെന്നറിയോ? പെട്ടെന്ന് മുറിഞ്ഞു. അങ്ങനെ ഒരു വിഷയമുണ്ട്. പെനീനയ്ക്ക് വലിയ കുഴപ്പമില്ല. ഹന്ന തിരിച്ചോടെന്ന് പറയും, മറ്റേ വളലടി ഞാൻ അങ്ങനെ വന്നാണെന്നൊക്കെ പറഞ്ഞാലും പെനീനെ കേൾക്കില്ല. കാരണം എന്തറിയോ? പെനീനയ്ക്ക് വലിയ കുഴപ്പമില്ല. മുറിഞ്ഞു കിടക്കുന്ന ഹൃദയം ആരുടെയാണ്? ഹന്നയുടെ. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എൻ്റെ തോളത്ത് ഇങ്ങനെ വന്നിട്ട്, അച്ഛോ എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചു ചുമ്മാ അങ്ങനെ തട്ടി. എനിക്കങ്ങനെ പറ്റുമില്ല. ഞാൻ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പം എനിക്ക് ചില ആളുകൾ കണ്ടെങ്കിൽ ഞാൻ ചുമ്മാ വയറ്റത്തേക്ക് ഇങ്ങനെ ചെറിയൊരു തട്ട് കിട്ടും. അങ്ങനെ എന്നാ ഉണ്ട് വിശേഷം എന്ന് ചോദിച്ചിട്ട് ഒരുത്തന്നെ തട്ടി കഴിയുമ്പോൾ അച്ഛൻ എന്നെ മറ്റേ പരിപാടി കാണിച്ചിരുന്നു, എൻ്റെ പണി കാണിച്ചു. ഞാൻ ചോദിച്ചു എന്നാടാ? അപ്പം ഞാൻ ഒന്നാടെ ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര സ്നേഹത്തിൽ, തുടരെ പോകും. അവനിവിടെ അപ്പൻഡിസൈറ്റിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തുന്നി കെട്ടി വെച്ചേക്കുക. അപ്പം നമ്മൾ എന്നിട്ടൊരു കുത്ത്, അങ്ങനെ കുത്തി കഴിഞ്ഞാലോ അവിടെ മുറിവ് കിടക്കുകയാണ്. മുറിവുള്ളവനെ തൊട്ടാൽ അവന് കൂടുതൽ വേദനിക്കും. ഹന്നയ്ക്കിട്ട് ഇങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ നിരന്തരം കുത്തുവാക്ക് പറയുകയാണ്. ഏൽക്കാന വീടിനകത്തേക്ക് കയറിയപ്പം ഹന്ന ഒരു മുറി പൊട്ടി കരച്ചിലിങ്ങനെ തുടങ്ങി. എത്ര നാളായത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് മക്കളില്ലാത്ത എൻ്റെ കുഴപ്പം കൊണ്ടാണോ? ഹന്ന ഇങ്ങനെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഏൽക്കാന ചെന്നിട്ട് പറഞ്ഞു, ഭർത്താവായ ഏൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന എന്തിനാ നീ കരയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനും ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരേക്കാൾ ഉപരിയല്ലേ? എന്നാ നല്ല ഭർത്താവാ നോക്കി. നിങ്ങൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരെ ഒന്ന് ഭാവനയെ കണ്ടേ. എൻ്റെ അച്ഛൻ ഭാവനയെ പോലും കാണാൻ പറ്റുന്നില്ല. ആ ഭർത്താവിൻ്റെ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. വിഷമിച്ചിരിക്കുമ്പോഴേ ഭർത്താവ് വന്നിട്ട് അത് ഇങ്ങോട്ട് തിരിച്ച് ഞാൻ പറയാം. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ കുറേ എണ്ണം കല്യാണം കഴിക്കാത്തവരെ ഇരിക്കണേ.
അതൊരു വലിയ സുഖപ്പെടുത്തലാണ്. ഹന്നയുടെ അടുക്കലേക്ക് എന്നിട്ട് ഇയാൾ പറയാണ്, എന്തിനെ കരയണേ, സാരമില്ല, ഞാനുണ്ടല്ലോ. നമ്മുടെ വീടുകളിലൊക്കെ അതിങ്ങോട്ടും മാത്രം തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ വേണം. അങ്ങനെ ഒരു സുഖപ്പെടുത്താൻ പറ്റണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു സുഖപ്പെടുത്തലുണ്ട്. അടുത്ത ദിവസം ഞാനൊരു ശവടക്ക് നിന്നു. അപ്പോൾ അവിടുത്തെ അമ്മയും മക്കളും ഒക്കെ ഭയങ്കര കരച്ചിലാണ്. എനിക്കും വിഷമം തോന്നി. കഴിഞ്ഞപ്പം അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളെന്നോട് പറഞ്ഞു, 7 വർഷമായിട്ട് ഈ അപ്പച്ചനും അമ്മയും മിണ്ടിയിട്ടില്ല. 7 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. എന്തോ ഒരു വിഷയത്തെ പ്രതി വഴക്കുണ്ടായതാണ്. പ്രായമുണ്ട്, ഒത്തിരി പ്രായമുണ്ട് അവർക്ക്. 7 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല. ഇപ്പം അമ്മച്ചി ഭയങ്കര കരച്ചില്ല. എന്തിനാ അമ്മച്ചി കരഞ്ഞെന്നറിയോ? എന്നോടൊന്നും മിണ്ടാണ്ട് പോയല്ലോ. എന്തേലും മിണ്ടാൻ പറ്റും? അത് അമ്മച്ചി വിചാരിച്ചില്ല ഇപ്പം മരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയ കാര്യത്തിന് നിന്നതാണ്. അമ്മച്ചി ആത്മാർത്ഥമായിട്ട്, കള്ളക്കരച്ചിലല്ലത്, ചങ്ക് പൊട്ടിയ അമ്മ കരയണത് കണ്ട മനസ്സിലാവും. അഭിനയമൊന്നുമല്ല. പക്ഷെ അമ്മച്ചി വിചാരിച്ചില്ല ഈ പണക്കത്തിൽ ഈ ജീവിതം അവസാനിക്കുന്നു, വിചാരിച്ചില്ല. അമ്മച്ചിക്ക് താങ്ങാൻ പറ്റിയില്ല. അമ്മച്ചി മൃതദേഹം അടക്കുന്ന കുഴിയുടെ അരികിൽ വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല. തല നിവർത്താൻ അമ്മച്ചിക്ക് നാണമാണ്, കാരണം എല്ലാവർക്കും അറിയാം ഈ സംഭവം. പക്ഷെ അമ്മച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പരസ്പരം സുഖപ്പെടുത്തുന്ന ഒരു ബന്ധമാണ്. ഹന്നായ്ക്ക് ഇത്രമാത്രം മുറിവേറ്റെന്നറിഞ്ഞപ്പോൾ ഏൽക്കാന ചെന്നിട്ട് പറഞ്ഞു, ഞാനില്ലേ. നമ്മളാണ് അനുഭവിക്കുക. എന്നാ മോന്തം വീർപ്പിച്ചിരിക്കണേ, വേറെ പണിയൊന്നുമില്ലേ, ഒന്നോടെ കുത്തും. ഏൽക്കാന വളരെ ഡീസൻ്റായിട്ട് സംസാരിച്ചു. അപ്പം ഹന്ന പറഞ്ഞു, ഇച്ചായൻ ഇത്രയും സ്നേഹിച്ചാലൊന്നും എൻ്റെ മുറിവ് ഉണങ്ങില്ല. പിന്നെ എന്നാ ചെയ്യണ്ടേ? നമുക്കൊന്ന് പള്ളിയിൽ പോവാം. ഒന്ന് പള്ളി, എന്നാ ഒരുങ്ങിക്കോ. പുള്ളിക്കാരൻ വേഗം ഹന്നയും കൂട്ടി പള്ളിയിൽ പോയി. ഷീലോവിൽ അവർ ഭക്ഷിക്കുകയും പാനം ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ, അപ്പോൾ നല്ല ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ 2 എണ്ണം കൂടെ പള്ളി പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ സങ്കടം പറയാൻ വേണ്ടി പള്ളി പോവാണ്. പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളി പെരുന്നാളാണ്. പ്രധാന ആഘോഷമൊക്കെ നടന്നു കഴിയുമ്പോൾ പള്ളിയിലെ അച്ഛൻ ഏലി പുരോഹിതൻ പള്ളി പെരുന്നാളിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെ കാണാൻ വേണ്ടി പുള്ളി ഒരു സ്റ്റൂളൊക്കെ ഇട്ട് പീഠ ഇട്ടിട്ട് പള്ളിയുടെ പുറത്തിരുന്നിട്ട് ആ സൈഡിലിരുന്നിട്ട് ആരും വന്നാൽ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബാൻഡ് സെറ്റുണ്ട്, അവിടെ അമ്മ കൂടെ ആടുന്നുണ്ട്, ഇവിടെ മറ്റേ ആകാശ ഊഞ്ഞാലുണ്ട്, അതെല്ലാം കണ്ട് പുള്ളി എങ്ങനെയുണ്ട്, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്തോ ഒരൊച്ച പള്ളിയുടെ അകത്ത്. ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതനായ ഏലി ദൈവാലയത്തിൻ്റെ വാതിക്കൽക്ക് സമീപം ഒരു പീഠത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു. എങ്ങനെയാ? ഞാൻ കേട്ടില്ല, എല്ലാവരും പറഞ്ഞേ. അവളുടെ നൊന്ത ഹൃദയം ഉണ്ടല്ലോ, കുത്തുവാക്ക് കേട്ടും തകർന്നും തളർന്നും ജീവിതത്തിലെ സങ്കടങ്ങൾ കൊണ്ടും സഹനങ്ങൾ കൊണ്ടും തകർന്ന ഹൃദയം ദൈവസന്നിധിയിൽ അധരത്തിലൂടെ പകർന്നു. നുറുങ്ങിയ ഹൃദയത്തിന്റെ വേദന അധരത്തിലൂടെ, എൻ്റെ കർത്താവേ, മച്ചി എന്ന് വിളിച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, കുത്തുവാക്ക് പറയുകയാണ്. ഞാൻ ആ കൊച്ചിനൊന്ന് തൊടാൻ ചെല്ലുമ്പോൾ അവൾ പറയാം, പ്രസവിക്കാത്തവർ തുടരുതെന്ന് പറയുന്നു. അയ്യോ, ഞാനെന്തോ ഒരു വേദന അനുഭവിക്കുന്നു. അവൾ എന്തൊക്കെയോ എണ്ണിപ്പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. അവളുടെ നെഞ്ചിനകത്ത് കിടന്ന വേദന, ആർക്കും മനസ്സിലാകാത്ത വേദന, ആരോടും പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത വേദന അവൾ അവളുടെ നാഥനോട് പങ്കുവെക്കാൻ തുടങ്ങി. ഏലി പുരോഹിതൻ വിചാരിച്ചു, ഇങ്ങനത്തെ പ്രാർത്ഥന ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും ഒന്ന് മാന്യമായ പ്രാർത്ഥനയാണ് ഇത്, ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥന പുള്ളി കണ്ടിട്ടില്ല. പുള്ളി വിചാരിച്ചു, അവളിങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവേ ഏലി പുരോഹിതൻ അവളെ ശ്രദ്ധിച്ചു. അവൾ ഹൃദയത്തിൽ സംസാരിച്ചു, അതരം മാത്രമേ ഇങ്ങനെ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഏലിക്ക് തോന്നി. പുരോഹിതൻ വിചാരിച്ചു പുള്ളിക്കാരത്തിൽ അവർ തന്നെ പൂസാണ്. ഏലി അവളോട് ചോദിച്ചു, എത്ര നേരം നീ ഇങ്ങനെ ഉന്മത്തിയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. വല്ല മോരോ എന്തെങ്കിലും എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ തലയിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വാ. എന്നെ കാണിച്ചാൽ നിൽക്കുന്നത്? ഈ ലഹരിക്ക് വന്ന് പള്ളി കയറാനുള്ളതാണോ? നീ ഒന്ന് വളരെ നോർമലായിട്ട് വാ, പുരോഹിതൻ ശാസിച്ചു. അപ്പോൾ ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു അങ്ങനെയല്ല. വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. വീഞ്ഞോ ലഹരി പാനീയമോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. അതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ചേച്ചി പ്രാർത്ഥനയായിരുന്നു. ഈ ദാസിയെ അധപ്പതിച്ച ഒരുവളായി വിചാരിക്കരുത്. അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്.
അപ്പോൾ പുരോഹിതൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. ചേച്ചി ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ എഴുന്നേറ്റ് വന്നിട്ട് ഹന്നയുടെ നേരെ നോക്കി, എന്നെ ശ്രദ്ധിച്ചോളണം, എന്തൊക്കെയാ പറഞ്ഞതെന്ന് ശ്രദ്ധിച്ചോളണം പറഞ്ഞു. അപ്പോൾ എലി പറഞ്ഞു, സമാധാനത്തോടെ പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അത്രേ പറഞ്ഞു. സമാധാനത്തോടെ പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ, പോകോ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞോ, ഓ ഞാൻ കാണുന്നുണ്ട് ഒരു തൊട്ടിൽ കെട്ടിയിട്ട് 2 പിള്ളേർ അതിനകത്ത് ഇതാ കാണുന്നുണ്ട് നിന്റെ ഉദരത്തിൽ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരു ദർശനവും കിട്ടിയില്ല. അല്ല ഇങ്ങനെ കണ്ണടച്ചിട്ട് പറഞ്ഞോ, ഇന്നേക്ക് 10 മാസം കഴിയുമ്പോൾ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒരു ദർശനവും ഇല്ല. പ്രതീക്ഷിക്കാനുള്ള ഒരു സാധനം കൊടുത്തില്ല. പകരം ഇത്ര മാത്രം പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, സമാധാനത്തോടെ. ദർശനം ഒന്നും കിട്ടിയില്ല അല്ലേ, ഒരു സാധനവും ഇല്ല, പൊക്കോ. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ ആമേൻ. അനന്തരം അവൾ പോയി. ഇനി ബൈബിളിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല. വല്ല ദർശനവും കിട്ടിയോ കൊച്ചുണ്ടാവുമെന്ന്? വല്ല സന്ദേശവും കിട്ടിയോ? ഒരു സാധനം കിട്ടിയില്ല. സമാധാനത്തോടെ പൊക്കോളാൻ പറഞ്ഞു. ആ നിമിഷം വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ആരുണ്ട്? മറ്റേ ചേച്ചി ആരാ? പെനീനും പിള്ളേരും ഉണ്ട്. വന്നേക്കണു. രാവിലെ കുത്തിക്കയറി അങ്ങോട്ട് പോയതാണല്ലോ, വന്നേക്കണു. ഞാനിവിടെ അടിച്ചു വാരിയിട്ട് ഭക്ഷണം വെച്ച് തിന്നാൻ വേണ്ടി കെട്ടിയോലും കൂടെ വന്നേക്കുന്നു. എന്തൊക്കെ കുത്തുവാക്കുണ്ടാവും. ഹന്നയുടെ മുഖം പിന്നെയും ആ വീട്ടിൽ പെനീനെ മാനസാന്തരപ്പെട്ടു ഒന്നും എഴുതിയിട്ടില്ല. പിന്നെയും കുത്തുവാക്കുണ്ടായി, പിന്നെയും പ്രശ്നങ്ങളുണ്ടായി, പിന്നെയും പ്രതിസന്ധികളുണ്ടായി. പക്ഷേ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ സമാധാനം ഹൃദയം ദൈവസന്നദ്ധിയിൽ പകർന്ന ഹന്നായുടെ നെഞ്ചിനെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. പറ, മനസ്സിലായെങ്കിൽ ഒരു കാര്യം കൂടെ പറയാൻ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോർദാൻ നദിയിൽ സ്നാപകന്റെ അടുക്കൽ വന്ന് യേശുവും സ്നാനം സ്വീകരിച്ചു. അടുത്ത വാക്ക്, അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. എന്താ എല്ലാവരും പറഞ്ഞ? എന്താ എല്ലാവരും ഒന്നോടെ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഉറങ്ങുന്നവരോട് പറഞ്ഞേ, എന്താ ഇത്രയും പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാക്ക്, സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണോ? അവൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴാണോ? എന്നെ എഴുതിയതിനകത്ത് അച്ഛൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നെങ്കിൽ അവനെ നാഥനും രക്ഷിതാവുമായ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കും. അവൻ പ്രാർത്ഥിച്ചപ്പോൾ പിതാവാൻ ദൈവം സ്വർഗത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ പിതാവാൻ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും നെഞ്ചിനകത്ത് സ്വർഗത്തെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒത്തിരി സങ്കടങ്ങളുണ്ടാകും, ഒത്തിരി ഭാരങ്ങളുണ്ടാകാം, ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകാം. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം ദൂതന്മാരെ അയച്ച് ആ വിഷയത്തിന്മേൽ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. അവനവൻ്റെ ജീവിത വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് എടുത്ത് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന്, കസേരയിലിരുന്ന് അടുത്തിരിക്കുന്ന ആളെ ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണുകളടച്ച് കരങ്ങളിങ്ങനെ മടിയിൽ മലർത്തിപ്പിടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. മകനെ, മകളെ, നീ കൊണ്ടുവന്ന നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേൽ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗം തുറന്നു. സ്തേഫാനോസ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ സമാധാനത്തിൻ്റെ ദൂതനെ ദൈവങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്നു. 145 സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു,
ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. പ്രഭാഷകൻ 35 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ മക്കളോടൊപ്പം ഞങ്ങൾ അർപ്പിച്ച വിശുദ്ധ കുർബാനയിലേക്ക് സ്വർഗം തുറന്നിറങ്ങി വന്ന ഞങ്ങളുടെ കാരുണ്യവാനായ പുത്രൻ തമ്പുരാനെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേക ജീവിത സാഹചര്യങ്ങളുടെ വേദനകളുമായി കടന്നു വന്ന മക്കളാണ്. ദൈവാലയത്തിൽ നെടുവീർപ്പിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന ഹന്നയെ പോലെ ചിലരുടെ ഹൃദയം വലിയ സങ്കടത്തിലാണ്. അവരവരുടെ വിഷമങ്ങളും വേദനകളും ആർക്കും മനസ്സിലാകാത്ത വിധം നെഞ്ചിനകത്ത് പൊട്ടിക്കിടക്കുന്ന പ്രതിസന്ധികളുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമേ, സമാധാനത്തോടെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, പാപസ്വഭാവങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, കടഭാരങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നവർ, ജീവിതത്തിൻ്റെ വലിയ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കൊതിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇടപെടണമേ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തോട് ഹൃദയം തുടങ്ങി അവനവനെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രാർത്ഥിക്കുക. ഹന്ന അവളുടെ ഹൃദയം കർത്താവിൻ്റെ മുമ്പിൽ പകർന്നു. ശബ്ദം പുറത്തു വന്നില്ല, അവളുടെ ചുണ്ട് ചലിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ അവൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. സഹോദരങ്ങളെ, ഇപ്പോൾ ദൈവത്തോട് നമ്മുടെ വേദന പറഞ്ഞ് പ്രാർത്ഥിക്കുക.